CCTV വിഷ്വൽസ്. പക്ഷെ തെളിവൊന്നും കിട്ടിയില്ല. ഒരു വീട്ടിലെ മാത്രം ഫുട്ടേജ് ചീഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആള് വന്ന് കൊണ്ടുപോയിന്ന് മാത്രമല്ല, അവിടുത്തെ വിഷ്വൽസ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ മനസ്സിലായി ആക്സിഡന്റിന് പിന്നിൽ ശ്രേയാണെന്ന്. ആ ദുഷ്ടജന്മത്തെയാണോ അമ്മി മോനും വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത്? മോളെന്താ ഇതൊക്കെ നേരത്തെ പറയായിരുന്നു? നേരത്തെ പറഞ്ഞാലും കാര്യമൊന്നുമില്ലല്ലോ. അമ്മായി അരവിന്ദേട്ടനോ അത് വിശ്വസിച്ച് കല്യാണം നിർത്താൻ പോകുന്നൊന്നുമില്ല. കല്യാണം മുടക്കാനായിട്ട് ഞാനും ഒക്കുചേട്ടനും അടുത്ത അടവുമായിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് വഴക്കിടും. കല്യാണം നടക്കാനായിട്ട് ശ്രേയ എന്തും ചെയ്യുന്ന ബാലമാമൻ മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ ഇക്കാര്യം പറഞ്ഞത്. മോളെ, അരവിന്ദൻ എന്റെ മൂത്ത മകനാ. എന്തൊക്കെ അവൻ കാണിച്ചു കൂട്ടിയാലും എന്റെ ചോരയല്ലേ അവൻ. അവന്റെ കാര്യത്തിൽ എനിക്ക് പറ്റിയ ഒരേ ഒരു തെറ്റ് ജീവനോട് ഇരിക്കപ്പെടണം വെച്ചെന്നുള്ളതാ. ഞാൻ അന്ന് ചെയ്തതിന്റെ ശാപമായിട്ടാ അവൻ അപകടമുണ്ടായതെന്ന് ആലോചിച്ച് ഓരോ ദിവസവും ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എന്നാലും ആ പെണ്ണൊരു ക്രിമിനലാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ കയറി ഇറങ്ങായിരുന്നില്ല ഇവിടെ. ഇവിടെയാണ് അരവിന്ദ് കല്യാണം കഴിക്കാൻ പോകുന്നത്. എങ്ങനെ വിശ്വസിക്കാ പെണ്ണിനെ? രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ തലയിലൊരു കല്ലുകൊണ്ട് അടിക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ടാ ബാലമാമൻ ഞാൻ പറഞ്ഞത് ശ്രേയ എന്തും ചെയ്യാൻ മടിക്കാത്തവളാന്ന്. ഈ കല്യാണം നടക്കരുത്. എങ്ങനെയാ മോളെ കല്യാണം നടക്കാതിരിക്കുന്നത്? അമ്മയും മോനും ആ പെണ്ണും ഒക്കെ വാശിയിലല്ലേ. ഇപ്പൊ മോള് പറയുന്നു നമ്മളെല്ലാരും കൂടി മണ്ഡപത്തിലേക്ക് പോണം. തോറ്റു കൊടുക്കാനാണോ മോളെ തീരുമാനം? ഇല്ല ബാലമാമേ, തോൽക്കില്ല. നമ്മള് മണ്ഡപത്തിലേക്ക് പോണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞില്ല. അതെങ്ങനെയാ മോളെ? സാഹചര്യം എല്ലാം അവൾക്ക് അനുകൂലല്ലേ? അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കാം, പക്ഷെ നമുക്ക് എല്ലാ ദൈവങ്ങളും അനുകൂലമായിട്ട് കൂടെ ഉണ്ടാവും. ശ്രേയ നമ്മളെ കണ്ട് അവള് ജയിച്ചെന്ന് കരുതട്ടെ. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് നമുക്ക് അവിടെ ഒന്ന് തിരിച്ചു പോരണം. താലിയെടുത്ത് കൊടുക്കാൻ അവിടെ ബാലമാമൻ ഇല്ലാതിരുന്ന കല്യാണം നടക്കാതെ വരും. ഞാൻ താലിയെടുത്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നാ ഇല്ലാതാവുന്ന നമ്മുടെ കുടുംബമായിരിക്കും. അതുണ്ടാവാൻ പാടില്ല. നമ്മുടെ കണക്കൂട്ടിൽ തെറ്റില്ല ബാലമാമേ. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം നമുക്ക്. എന്നാ ശരി മോളെ. എടാ, മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ സമയമായി. ഇപ്പൊ നീ എന്താ ആലോചിച്ചുകൊണ്ട് നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. എന്ത്? മേഡത്തിന്റെ വീട്ടിലേക്ക് അനുവിനെ പറഞ്ഞുവിടാൻ ആ തുണിക്കച്ചവടക്കാര് തീരുമാനിച്ചെന്തിനാവും? കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ കാലമാച്ചന്റെ കൂടെ നിന്നവളാ. ഇപ്പോ അനുവിനെ വിടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ട്. ഇതൊരു വലിയ പ്ലാനിങ് ആണെന്നാ തോന്നുന്നേ. പോടാ മണ്ട. പ്ലാനിങ്ങും ക്ലീനിങ്ങും ഒന്നുമില്ല. തുണിക്കച്ചവടക്കാരി പേടിച്ചു പോയി, അതാ. ഇല്ലമ്മേ, അവളങ്ങനെ പേടിക്കുന്ന സ്വഭാവമുള്ള പെണ്ണല്ല. പേടിച്ചു നിൽക്കുന്നത് നമ്മുടെയൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടിയാ. ഇല്ലടാ, ഇപ്പൊ അവള് ശരിക്കും പേടിച്ചിട്ടുണ്ട്. കല്യാണം മുടക്കാൻ കൊറേ നോക്കിയതല്ലേ, അതൊന്നും നടന്നില്ലല്ലോ. അവളുടെ എല്ലാ ശ്രമങ്ങളെയും തന്ത്രങ്ങളെയും നമ്മൾ മറികടന്നില്ലേ. ഇപ്പം നിനക്കും പൊന്നിനും കല്യാണം നടക്കാൻ പോവല്ലേ. ശ്രേയ മോളുടെ വാശിയിലും വെല്ലുവിളിയിലും അവൾ തോറ്റില്ലേ, അതിന്റെ പേടിയാ. അതുകൊണ്ടല്ലേ അവൾ ഈ കല്യാണത്തോട് സഹകരിച്ചു നിൽക്കുന്നത്. അതാണല്ലേ? അതേടാ. എടാ മോനെ, റോഡിൽ തെണ്ടി നടന്ന് തുണി വിറ്റ് നടക്കുന്ന അവൾക്ക് ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടാമെങ്കിൽ ചീഫ് എഞ്ചിനീയറായ എന്റെ പൊന്നിന്റെ ആലോചന എന്തായിരിക്കും?
തുണിക്കച്ചവടക്കാരി എന്തൊക്കെ ആലോചിച്ചുണ്ടാക്കിയാലും അതൊന്നും നമ്മുടെ ശ്രേയമോടെ മുന്നിൽ വെറും അപ്പൂപ്പന്താടിയായിരിക്കും. ഊതിയാ പറക്കുന്ന അപ്പൂപ്പന്താടി. ശ്രേയമോളുടെ മുന്നില് തോറ്റു കുമ്പിട്ട് നിൽക്കുന്നത് കാണാം നമുക്ക്. ദേ ആരോ വിളിക്കുന്നുണ്ട്. ശാന്തപ്പ മാമനാ. ആ സ്പീക്കറിലിട്. കാര്യം എന്താന്നറിയാലോ. ആ മാമ. ഓ എടാ മോനെ, നീ ഇറങ്ങാൻ റെഡിയായോടാ? ഇല്ലെന്ന് പറഞ്ഞ ശാന്തപ്പാമൻ ഇവിടെ വന്ന് എന്നെ ഒരുക്കൂ. എന്താ കാര്യം പറ. എന്റെ മരുമോനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോണ്ടേ? എന്നെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ശാന്തപ്പാമ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? അതെ വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല, കരയോക്കാരും ബന്ധുക്കളും ഒക്കെ വരുന്നുണ്ട്. നീയേ ഒരുക്കുന്നു, ഞാൻ ദേ വരുന്നു. ആ ഓക്കെ ശാന്തപ്പ മാമ. ആ എന്നാ പെട്ടെന്ന് പോയി ഓ റെഡിയാവും. ആ. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും കല്യാണം മുടക്കാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ട് മുടക്കാനും പറ്റില്ല. എന്റെ മോന്റെ കല്യാണം നടക്കാൻ പോവാ. ഒരു ഗംഭീര കല്യാണം. ഓ അങ്ങനെ മേഡത്തിന്റെ കല്യാണം ഗംഭീര കല്യാണം അല്ലേ സൗമ്യ? മേഡം ആഹാ എല്ലാരും ഉണ്ടല്ലോ. നിങ്ങളെയൊക്കെ ഞാൻ മണ്ഡപത്തിലാ പ്രതീക്ഷിച്ചത്. അല്ല, നേരിട്ട് മണ്ഡപത്തിലേക്ക് വരാൻ ഞങ്ങൾ വിരുന്നുകാരൊന്നും അല്ലല്ലോ. കല്യാണം ക്ഷണിച്ചപ്പോ മേഡം പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മളെല്ലാരും മേഡത്തിന്റെ റിലേറ്റീവ്സ് ആണെന്ന്? ഇത് ഞങ്ങളുടെ വീട്ടിലെ കല്യാണമാണ് മാഡം. നിങ്ങളുടെ സ്നേഹത്തിന് താങ്ക്സ്. അരവിന്ദന്റെ വീട്ടിൽ നിന്ന് ആരെയും കണ്ടില്ലല്ലോ. ഇപ്പൊ എത്തും മമ്മി. അതല്ല മോളെ, അശ്വതി വേണ്ട അനുവിനോട് വരാൻ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണുമോ? അനു വിളിച്ചതുമില്ല. ഞാൻ ആ ഹേമയൊന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട, വിളിക്കണ്ട. അനു പുടവയുമായിട്ട് ഇവിടെ വന്നിരിക്കണം. ഈ സമയത്ത് വാശി വേണോ മോളെ? വേണം മമ്മി.